ഇങ്ങനെ സാധാരണ ഈ കേരളത്തിലുള്ള സാധാരണ ഈ ടൂറിസം ട്രാവൽസ് നടന്ന ആൾക്കാരൊന്നും ഇങ്ങനെ ഒരു അപകടം കാണിക്കാൻ തീരുമാനിക്കത്തില്ല. ആദ്യമായിട്ട് സൈബീരിയ ഒന്ന് സന്ദർശിക്കണം എന്ന് തോന്നാൻ കാര്യം എന്താ? ഇല്ല, ലോകത്തില് ഒരുപാട് മഹാത്ഭുതങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മുടെയൊക്കെ എല്ലാവരും ബക്കറ്റ് ലിസ്റ്റുള്ള അനവധി രാജ്യങ്ങളുണ്ട്. പക്ഷെ നമുക്കത് പോകാനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പൊ പലവധി ആളുകൾ ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ കഴിവുണ്ടെങ്കിൽ പോകും. അവര് പോയി ആളുകളെ കൊതിപ്പിക്കും. അപ്പൊ ഇൻഡിവിജ്വൽ പോകുന്നവർക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള കാര്യക്ഷമത ഉണ്ട്, അവർ പോയി വരും. ഈ സാധിക്കാത്ത വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇങ്ങനെ പോകാനും വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ആഗ്രഹമുള്ള കൂടെ കൊണ്ടുപോകാൻ. കുറച്ച് ആൾക്കാരെ കൂടെ കൂട്ടിയതാണോ? അല്ല, ഇല്ല. അങ്ങനെയുള്ള നമ്മുടെ മലയാളികൾ എന്ന് വെച്ചാൽ ഒരുപാട് ട്രാവൽ പാഷൻ. പിന്നെന്താ, പിന്നെ കൃത്യമായ ചിട്ടയായ അതിന്റെ ഹോംവർക്ക് ചെയ്തിട്ട് നമ്മൾ പോകാറുള്ളൂ. അതുകൊണ്ട് ടൂർ പാക്കേജ് എങ്ങനെയാ? എനിക്കൊന്ന് സൈബീരിയ ഞാൻ അവിടെ ചെയ്തത് ആദ്യം ബുദ്ധിപരമായിട്ട് ചെയ്തത് അവിടുത്തെ ടൂറിസം ബോർഡ്, ഗവൺമെന്റിന്റെ ടൂറിസം ബോർഡിനെയാണ് ഞാൻ എടുത്തത്. കാരണം അത് അവിടെ ജനങ്ങൾ തന്നെ 200 പേര് പ്രദേശത്തുള്ളൂ. റഷ്യയുടെ ഏകദേശം 4-3% ഈ മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശമാണ്. അവിടേക്ക് പോകാനും കൊണ്ടുപോകാനും ആരുമില്ല. അവിടുത്തെ മിനിസ്ട്രി വഴിയായിട്ട് ഞാൻ അവിടുത്തെ അങ്ങനത്തെ പ്രിക്കോഷൻ എടുക്കും. ഇപ്പൊ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഇത്രയും ഒരു -75 തടുപ്പിലൊക്കെ പോയി കഴിഞ്ഞാലേ ഈ ഗ്യാസ് കൂട്ടിയിടിക്കും. നമ്മളിലെ മറ്റേ ഇലക്ട്രിക് തെറാപ്പി ഷോക്ക് കൊടുക്കുന്ന സമയത്ത് 2 സാധനം വായിലോട്ട് കുത്തി തരുന്നില്ലേ, അതുപോലെ സാധനം ആവശ്യമില്ല. പേടിയതാ. അല്ല, അത് നമ്മുടെ കുറെ തെറ്റിദ്ധാരണയാണ്. കാരണം ഈ മഞ്ഞ് കാലത്ത് മഞ്ഞിന്റെ അനുഭവം നമ്മുടെ മലയാളികൾക്ക് അന്യാണ്. എല്ലാ യാത്രകളും കൂടുതൽ ഡിസംബർ നവംബറോടുകൂടി എല്ലാ യാത്ര അവസാനിക്കും. കാരണം ആളുകൾക്ക് മഞ്ഞ് പേടിയാണ്. കാരണം ആളുകളെ മനസ്സിലുള്ളത് നമ്മുടെ ഊട്ടിയിലും മൂന്നാറിലെയും തണുപ്പാണ്. സാറി പറഞ്ഞ മാതിരി പല്ലടിക്കുന്ന തണുപ്പാണ്. യഥാർത്ഥത്തില് അവിടെ നമുക്കത്ര ഫീൽ ചെയ്യില്ല. അത് ആദ്യം ഞാൻ മനസ്സിലാക്കിയത് പാൻഡമിക്കിൽ എൻ്റെ ഒരു 68 പേരായിട്ട് ഞാൻ മുർമാൻസ്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ ആർട്ടിക്കിന്റെ ഏറ്റവും മുകളിലുള്ള സ്ഥലമാണ്. അവിടെ ഒന്ന് കൈവരിച്ചു നിന്ന ഭൂമിയുടെ അപ്പനായിട്ട് വരും. ഭൂമിയുടെ മുകളിൽ നിൽക്കണ അവിടെ ഞാൻ ലാൻഡ് ചെയ്ത് -20 അപ്പൊ എന്റെ കൂടെ ആർക്കും വരാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ തണുപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഞാനൊരു വലിയൊരു സൗഭാഗ്യം തരാം, വലിയൊരു കാഴ്ച കാണിച്ചു തരാം. കാരണം ധ്രുവദീപ്തി, നോർത്തേൺ ലൈറ്റ്സ്, അത് മലയാളികൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ധ്രുവദീപ്തി എന്ന് വെച്ചാല് ഈ സോളാർ വിൻസ് എന്ന് കേട്ടല്ലേ, അതില് സോളാറിന്റെ അത് അവരോട് ഈ ഭൂമിയിൽ വർണ്ണങ്ങള് ആകാശം വിതറുന്ന നോർത്തേൺ ലൈറ്റ്സ് എന്ന് കേട്ടല്ലേ, ആ നോർത്തേൺ ലൈറ്റ്സ് വരുന്നത് വിന്റർ സീസണിലാണ്. പക്ഷെ മലയാളികൾക്ക് എനിക്ക് ഉൾപ്പെടെ കാണാൻ സാധിച്ചില്ല. പക്ഷെ യഥാർത്ഥം എനിക്ക് പോകണം. അപ്പൊ ഞാൻ തീരുമാനിച്ചു ആഗ്രഹമുള്ളവരെ കൂട്ടാനായിട്ട്. അങ്ങനെ ആദ്യത്തെ സംഘത്തെ ഞാൻ ഈ മുർമാൻസ്കിൽ അവിടെ വെച്ച് മനസ്സിലായി തണുപ്പൊന്നും വലിയ വിഷയമല്ല. ഇപ്പോഴും തണുപ്പ് വിഷയമല്ല. സൈബീരിയ പോയിട്ട് വന്ന് കുറച്ച് ഗ്ലാമർ കൂടിയോ ഒന്നും പറയണ എല്ലാവരും. എനിക്ക് തോന്നുന്നു സൗന്ദര്യത്തിൽ കൂടിയ പോലെ തോന്നി. സൂക്ഷിക്കണം കേട്ടോ, അടുത്ത സൈബീരിയ യാത്ര കുറയരുത്.